നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ കാട്ടാന കൂട്ടമിറങ്ങി. ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രാക്കിലുമായി ആനകൾ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു. സ്റ്റേഷന് സമീപത്തെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം LPGയുടെ വിലയാണ് കുറച്ചത്. 180 രൂപയുടെ വിലക്കുറവ് പ്രാബല്യത്തിൽ. ഇന്ധന വില കുറച്ച് നയാര എനർജി. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. വിലക്കുറവ് നിലവിൽ വന്നു. സൗത്ത് വോയിസിന്റെ നേതൃത്വത്തിൽ മിഷൻ 13 ബിസിനസ് മീറ്റും ടെക്നിക്കൽ ക്ലാസും. കേരള വിഷൻ ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയാണ് ബിസിനസ് മീറ്റും ക്ലാസും സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ കാട്ടാന കൂട്ടമിറങ്ങി. ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രാക്കിലുമായി ആനകൾ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു. സ്റ്റേഷന് സമീപത്തെ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ വലിയ തോതിൽ കൃഷിയും നശിപ്പിച്ചു. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിലെ ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും റെയിൽവേ ട്രാക്കിലുമാണ് കാട്ടാനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും സമീപത്തെ കൃഷിയിടങ്ങളിലും കാട്ടാനകൾ ഇറങ്ങിയത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിയ ആനക്കൂട്ടം മണിക്കൂറുകളോളം അവിടെ തന്നെ നിലയുറപ്പിച്ചു. രാത്രി സർവീസ് നടത്തുന്ന പാലരുവി എക്സ്പ്രസ് ട്രെയിനിന് മുന്നിലാണ് ഇരപ്പിൻചാൽ ഭാഗത്ത് വെച്ച് ആനകൾ തടസ്സം സൃഷ്ടിച്ചത്. ട്രാക്കിൽ ആന നിൽക്കുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് സമയോചിതമായി ട്രെയിൻ നിയന്ത്രിച്ചു നിർത്തി. രാവിലെ നാട്ടുകാരും റെയിൽവേ ജീവനക്കാരും നടത്തിയ പരിശോധനയിൽ ട്രാക്കിലൂടെ ആനകൾ നടന്നതിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി. ട്രാക്കിന് സമീപം 50 മീറ്ററോളം നീളത്തിൽ ചോരപ്പാടുകളും കണ്ടു. ട്രെയിൻ തട്ടുകയോ മറ്റോ ചെയ്ത് ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന സംശയവുമുണ്ട്. റെയിൽവേ പാതയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രാത്രിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ കൃഷി നശിപ്പിക്കുകയാണ്. കാട്ടാനകൾക്ക് പുറമെ പ്രദേശത്ത് പുലി, കടുവ തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യവും കാൽപ്പാടുകളും പതിവായി കാണാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്കിറങ്ങാൻ പോലും പ്രദേശവാസികൾ ഭയക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്കും റെയിൽവേ ട്രാക്കിലേക്കും ഇറങ്ങാതിരിക്കാൻ ഫെൻസിംഗ് സ്ഥാപിക്കുകയോ കാവൽ ശക്തമാക്കുകയോ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ട്രാക്കിൽ കണ്ട ചോരപ്പാടുകളെ കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴുത്തുരുട്ടി 13 കണ്ണറ പാലത്തിന് സമീപം കരടിയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP അംഗങ്ങളുടെ പ്രതിഷേധം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. BJP ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. കഴിഞ്ഞ 7 മാസക്കാലമായി പനയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. രോഗികൾക്ക് ആശുപത്രിയിലെ സ്വീപ്പറാണ് മരുന്നെടുത്തു കൊടുക്കുന്നതെന്നും മരുന്ന് മാറിക്കൊടുത്ത സംഭവം വരെ ഇവിടെ നടന്നിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ആശുപത്രിയിൽ അടിയന്തരമായി ഫാർമസിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. BJP അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഉദ്ഘാടനം ചെയ്തു. താൽക്കാലികമായ ഒഴിവുകളും അവരുടേതായ രാഷ്ട്രീയത്തിന്റെ ബേസിൽ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പലയിടത്തും പല ഒഴിവുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. സമയബന്ധിതമായി ഇതൊന്നും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അഞ്ചൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചൽ പഞ്ചായത്തിൽ BJPക്ക് 6 മെമ്പർമാരാണുള്ളത്. അത് കൃത്യമായ രീതിയിൽ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ ഇവിടുത്തെ മുഖ്യധാരയിലെ ജനങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരും ദിനങ്ങളിൽ പാർട്ടിയും മെമ്പർമാരും കൃത്യമായ രീതിയിൽ ഈ അലംഭാവത്തിനെതിരെ, ഈ ഗുരുതര വീഴ്ചയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങൾ
പാർട്ടിയുടെ ഘടകം തീരുമാനിച്ചുകൊണ്ട് മെമ്പർമാരെയും മറ്റു പാർട്ടി പ്രവർത്തകരെയും പൊതുജനങ്ങളെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും BJP ജനപ്രതിനിധികളായ ഉമേഷ് ബാബു, ബബുൽ ദേവ്, ആനന്ദി, മായ, ജയന്തി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവിടെ 2 തരത്തിലാണ് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു ഭരണസമിതി ഇരിക്കുന്ന പഞ്ചായത്തിൽ ഏത് താൽക്കാലിക നിയമനം നടന്നാലും LDFന്റെ പ്രതിനിധികൾ ആ നിയമനത്തിൽ ഉൾപ്പെടണം എന്നുള്ള വാശിയുള്ളത് കൊണ്ട് ലിസ്റ്റിൽ LDFന്റെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് 19-ാം തീയതി അത് മാറ്റിവെക്കുക. ഇന്നിപ്പം ജൂലൈ മാസം 1-ാം തീയതിയാണ്. ഡിസംബർ മാസം 2-ാം തീയതി ഫാർമസിസ്റ്റ് അവധിയെടുത്തിട്ട് ജൂലൈ 1 ആകുമ്പോൾ ഇന്നിപ്പോൾ 7 മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ നീട്ടിവെച്ചിരിക്കുക. ഇപ്പോൾ സെക്രട്ടറിയെ സമീപിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലിസ്റ്റ് ആയിട്ടുണ്ട്. ആ ലിസ്റ്റായത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അടിയന്തരമായി കമ്മിറ്റി വെച്ച് അംഗീകരിച്ച് നിയമനം നടത്തി പൊതുജനങ്ങൾക്കുള്ള രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നുള്ളൊരു താല്പര്യം പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് വേണ്ടപ്പെട്ട അധികാരികൾക്കില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM പ്രവർത്തകർ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുക, മാലിന്യ നീക്കം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM പ്രവർത്തകർ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുക, മാലിന്യ നീക്കത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കുക, ജീവനക്കാർക്ക് നേരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അതിക്രമത്തിൽ അന്വേഷണം നടത്തുക, പദ്ധതി നടത്തിപ്പിലെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CPIM ഏരിയ സെക്രട്ടറി A. അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ചരിത്രത്തിന് വിപരീതമായി ആ മാലിന്യ സംസ്കരണ കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ നഗരസഭയുടെ പരിശോധിച്ചാൽ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം മാലിന്യ കൂമ്പാരങ്ങളാണ്. ഓടകൾ പൊട്ടിയൊഴുകുകയാണ്, തെരുവ് വിളക്കുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ പരിപാലനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് കരുനാഗപ്പള്ളി നഗരസഭ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ വന്നത്. ഏതാണ്ട് 6 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ 6 മാസത്തിനിടയിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലും തെരുവുള്ള തുക കത്തിക്കുന്ന കാര്യത്തിലും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കൃത്യമായി നേതൃത്വം നടത്താൻ ലോക്കൽ സെക്രട്ടറി J. ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ മനക്കൽ, M. സുരേഷ് കുമാർ, NC ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ജീവന്റെ കാവലാളായ ഡോക്ടർമാർക്കായാണ് ജൂലൈ 1 മാറ്റിവെക്കപ്പെടുന്നത്. 24 മണിക്കൂറും കർമ്മനിരതരായ ഡോക്ടർമാരുടെ സേവനങ്ങളെ മാനിക്കാനായാണ് ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ബിഹൈൻഡ് ദി മാസ്ക്, ഹൂ ഹീൽസ് ദി ഹീലേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ഡോക്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം. സമൂഹത്തിന് ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനും ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയെ മാനിക്കുന്നതിനുമായാണ് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. തീവ്രമായ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ പോലും രോഗി പരിചരണത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഓർക്കാനും അവരോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്. ഡോക്ടർമാരുടെ ത്യാഗവും കാരുണ്യവും മുൻനിർത്തി മികച്ച ആരോഗ്യ പരിപാലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനും ഈ ദിവസം ലക്ഷ്യമിടുന്നു. ബിഹൈൻഡ് ദ മാസ്ക്, ഹു ഹീൽസ് ദ ഹീലേഴ്സ് എന്നതാണ് ഇത്തവണത്തെ ഡോക്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം. ഡോക്ടർമാരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പ്രമേയം. മറ്റുള്ളവരെ പരിചരിക്കുന്നവർക്കും പരിചരണവും പിന്തുണയും ആവശ്യമാണെന്ന വലിയൊരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആണ്. തീർച്ചയായിട്ടും ജീവന് എപ്പോഴും കാവലാളായിട്ട് നിൽക്കുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം. പ്രത്യേകിച്ച് നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും നമുക്ക് സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് ഒരു വലിയ OP 1700 OP രോഗികളും
കാഷ്വാലിറ്റിയിൽ 400 പേരോളം എത്തുന്ന ഒരു വലിയ ആശുപത്രി. ഈ ആശുപത്രി 23 ഡോക്ടർമാർ അവര് കഠിനാധ്വാനം ചെയ്യുകയാണ്. വളരെ അവരുടെ സമർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരായ അനേകം ആൾക്കാർക്ക് അവരുടെ രോഗാവസ്ഥകളിലും ഒക്കെ അവർക്ക് താങ്ങും തണലുമായിട്ട് മാറുന്നു. എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഈ ഡോക്ടേഴ്സ് ഡേ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം എന്നോടൊപ്പമുള്ള എല്ലാ ഡോക്ടർമാർക്കും എൻ്റെ ഈ ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ സേവന സന്നദ്ധതയും സമർപ്പണബോധവും ആണ് ശരിക്കും ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ ശരിയായ രീതിയിലേക്ക്, ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത്. ഡോക്ടർമാർ നേരിടുന്ന അമിത ജോലിഭാരം, ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും അവർക്കായി മികച്ച തൊഴിലന്തരീക്ഷം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഭാരതരത്ന ജേതാവും പ്രശസ്തനായ ഡോക്ടറുമായിരുന്ന പശ്ചിമ ബംഗാളിന്റെ 2ാമത്തെ മുഖ്യമന്ത്രി ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനത്തിന്റെയും ചരമദിനത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി തെരഞ്ഞെടുത്തതിന് പിന്നിൽ. ഇന്ത്യൻ ആരോഗ്യരംഗത്തിന് അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടറും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയും മികച്ച ഭരണാധികാരിയുമായിരുന്നു ഡോക്ടർ BC റോയി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ ഓച്ചിറ ക്ലാപ്പനയിൽ നിന്നും ആരംഭിച്ചു. രക്തസാക്ഷി അജയ് പ്രസാദ് നഗറിൽ നിന്നുമാണ് പതാക ജാഥ ആരംഭിച്ചത്. ദേശീയ ഐക്യത്തിന്റെ കാഹളമുയർത്തിയ മനുഷ്യച്ചങ്ങലയ്ക്കും കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഉയർത്തിക്കെട്ടിയ മനുഷ്യക്കൂട്ടിയും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കരുണാകരൻ സർക്കാരിനെ ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സമ്മേളന നഗരിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥയാണ് രക്തസാക്ഷി ക്ലാപ്പന അജയപ്രസാദ് നഗറിൽ നിന്നും ആരംഭിച്ചത്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് PR വസന്തൻ, ജാഥ ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം B ബൈജുവിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. 1980 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ രൂപപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് KSYF ആണ്, കേരള സോഷ്യലിസ്റ്റ് വിഭജന ഫെഡറേഷൻ. ഇതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും വിവിധ പേരിലുള്ള വിഭജന സംഘടനകൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ സംഘടനകളെല്ലാം പ്രവർത്തിച്ചു വരവേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു യോഗം, ഒരു ആലോചനാ യോഗം ഡൽഹിയിൽ ചേരുകയും ഓരോ സംസ്ഥാനത്തും സമാന ആശയ നിലപാടുകളോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു വിഭജന പ്രസ്ഥാനം, അതും കൂടുതൽ ജനാധിപത്യപരമായ ഒരു വിഭജന പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബിപിൻ ബസുവും അതുപോലെ കേരളത്തിൽ നിന്നുള്ള VP ജയരാജനും നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രിപ്പറേറ്ററി കമ്മിറ്റി രൂപീകരിക്കുകയും ആ പ്രിപ്പറേറ്ററി കമ്മിറ്റി നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന സമാന ചിന്താഗതിയിലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് 1980 നവംബർ ആദ്യവാരം പഞ്ചാബിലെ വിദ്യാലയിൽ വെച്ച് ഒരു അഖിലേന്ത്യാ കൺവെൻഷൻ നടക്കുന്നു. ആ അഖിലേന്ത്യാ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നിന്നും ഒരു ശ്രമം പങ്കെടുക്കുന്നു, വനിതാ ശ്രമം പങ്കെടുക്കുന്നു. നമ്മുടെ അടിയിലുള്ള നമ്മുടെ സമരസംഘടനാ പ്രവർത്തനത്തിലേക്ക് അണിനിരത്തേണ്ടുന്ന ഏറ്റവും കാലികമായ കടമയ്ക്കാണ് കേരളത്തിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം DYFI നേതൃത്വം കൊടുക്കുന്നത്. അതിനുതകുന്ന തരത്തിൽ പുതിയ കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പത്തെ സമരപന്താവിലേക്ക് നയിച്ച് ഈ നാടിൻ്റെ പോരാട്ട വീതിയിൽ DYFIയുടെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കി തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് DYFIയുടെ കൊല്ലം ജില്ലാ സമ്മേളനം സാക്ഷ്യം വഹിക്കും. ആ ജില്ലാ സമ്മേളനത്തിന് ഔപചാരികമായി തുടക്കം കുറിച്ചുകൊണ്ട് അതിൻ്റെ കൊടിമരം കരുനാഗപ്പള്ളിയിൽ സഖാവ് അജയ് പ്രസാദിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രയാണം ആരംഭിക്കുകയാണ്. ഈ കൊടിമര ജാഥയ്ക്ക് ഇവിടെ നൽകിയ ഈ പതാക ജാഥയ്ക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഈ ജാഥയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.
ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ബി കെ ഹാഷിം അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ക്ലാപ്പന സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. ജാഥ മാനേജർ അബാദ് ഭാഷ, CPIM ഏരിയ സെക്രട്ടറി എ അനിരുദ്ധൻ, TN വിജയകൃഷ്ണൻ, മുസാഫിർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം LPGയുടെ വിലയാണ് കുറച്ചത്. 180 രൂപയാണ് കുറച്ചത്. നിലവിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില 2951 രൂപയാണ്. രാജ്യത്തെ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറഞ്ഞു. ഈ വർഷം ഇതാദ്യമായാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയുന്നത്. 19 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വിലയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. 180 രൂപയാണ് കുറഞ്ഞത്. നിലവിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില 2951 രൂപയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അതേസമയം വീട്ടാവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വിവിധ നഗരങ്ങളിൽ 173 രൂപ മുതൽ 183.50 രൂപ വരെയുള്ള കുറവാണ് 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത്. 3000 മുകളിൽ വരെ വാണിജ്യ സിലിണ്ടറുകളുടെ വില എത്തിയിരുന്നു. ആഗോള എണ്ണവാതക ഗതാഗതത്തിന് 20% കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്കുകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം വീണ്ടും പുനരാരംഭിക്കാനായതും വിപണിക്ക് അനുകൂലമായി. ന്യൂസ് ഡെസ്ക്. 20 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. ഒരാളെ അറസ്റ്റ് ചെയ്തു. പുള്ളിക്കട കോളനിയിൽ രതീഷാണ് പിടിയിലായത്. 375 മില്ലിയുടെ 55 കുപ്പികളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. പുള്ളിക്കട ഉന്നതിയിൽ CC കുട്ടൻ എന്നറിയപ്പെടുന്ന രതീഷിന്റെ വീട്ടിൽ നിന്നുമാണ് 2 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് കണ്ടെടുത്തത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘമായ ഡാൻസ് ഓഫ് ടീമിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞാണ് മദ്യം പിടികൂടിയത്. ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ കൂടുതൽ തുകയ്ക്ക് മദ്യവിൽപ്പന നടത്താറുണ്ട്. പലതവണ പോലീസ് പരിശോധനയ്ക്ക് എത്തിയെങ്കിലും ഇയാളിൽ നിന്നും ഒരു കുപ്പി മദ്യം പോലും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മദ്യശാലയുടെ അവധി ദിവസങ്ങളിൽ 200 രൂപയിലധികം വാങ്ങി കച്ചവടം നടത്തുകയാണ് ഇയാളുടെ പതിവ്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിവലിന് വ്യാഴാഴ്ച തുടക്കം. വൈകിട്ട് 4-ന് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 6-നാണ് കഥകളി. 12-ന് കഥകളി ഫെസ്റ്റിവൽ സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിവലിന് വ്യാഴാഴ്ച തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നടൻ മധുപാൽ ഫെസ്റ്റിവലിന് തിരിതെളിക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിക്കും. വിദ്യാർത്ഥികൾക്കും കലാപ്രതിഭകൾക്കുമുള്ള അവാർഡ് ദാനം ഉല്ലാസ് കോവൂർ MLA-യും മുഖപ്രസംഗം CR മഹേഷ് MLA-യും നിർവഹിക്കും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാർ അവതരിപ്പിക്കും. വൈകുന്നേരം 6 മുതൽ കഥകളിയും അരങ്ങേറും. നളചരിതം 1-ാം ദിവസം ലവണാസുരവധം, ദുർഗാമഹാത്മ്യം, ബാണയുദ്ധം, തോരണയുദ്ധം, ഉത്തരാസ്വയംവരം, ദുര്യോധനവധം, നിഴൽക്കുത്ത്, കുചേലവൃത്തം എന്നീ കഥകളികളാണ് അരങ്ങേറുന്നത്. അത്തരത്തിൽ കഥകളിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രം നിലയിൽ നമ്മൾ 11ാമത് വർഷം 10 വർഷം നമ്മൾ കഥകളി ഫെസ്റ്റിവൽ നടത്തി. കഥകളിയുടെ വിവിധ വശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, സെമിനാറുകൾ, പൊതുവിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ, സോളാർ ക്ലാസുകൾ, ക്ലാസുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ കേരളത്തിലെ 300-ലധികം മേഖലകളിൽപ്പെട്ട വിവിധ മേഖലകളിൽപ്പെട്ട പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളാണ് കഥകളി ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. ഈ വർഷത്തെ കഥകളി ഫെസ്റ്റിവൽ നാളെ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അത് നിർവഹിക്കുന്നത്. ചടങ്ങിൽ സംവിധായകനും നടനും എഴുത്തുകാരനുമായ മധുപാൽ പങ്കെടുക്കുന്നത്. കൂടാതെ നമ്മുടെ അവിടെ A+ വിദ്യാർത്ഥികൾ കിട്ടിയ വിദ്യാർത്ഥികൾ, +2 SSLC വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവാർഡ് ദാനവും അതോടൊപ്പം ചികിത്സാ സഹായകരണം, മറ്റു പ്രതിഭകൾക്കുള്ള ആദരവൊക്കെ അതിന് നമ്മുടെ കുന്നത്തൂർ MLA ശ്രീ ഉല്ലാസ് കോവൂർ നിർവഹിക്കും. സമാപന ദിവസമായ 12-ന് നളചരിതം ആട്ടക്കഥയിലെ വേറിട്ട മുഖം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സമാപന സമ്മേളനം മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരം ഉല്ലാസ് കോവൂർ MLA കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം വിനോദിന് സമർപ്പിക്കും. മണ്ണൂർക്കാവ് കഥകളി പഠന കേന്ദ്രത്തിലെ വേഷവിഭാഗത്തിലെ 10 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി, സെക്രട്ടറി സുരേഷ് ചാമവിള, വൈസ് പ്രസിഡന്റ് T സുരേന്ദ്രൻപിള്ള, ഭാരവാഹികളായ അജി ശ്രീകുട്ടൻ, വി രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് മർദ്ദനം. സംഭവത്തിൽ യുവാവ് പിടിയിൽ. ആദിനാട് വടക്ക് സ്വദേശി സലീമാണ് പിടിയിലായത്. കഴിഞ്ഞ 19-നായിരുന്നു സംഭവം. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമായത്. സംഭവത്തിൽ കുലശേഖരപുരം ആദിനാട് വടക്ക് കൊക്കാട്ട് വടക്കേത്തറയിൽ സലീമാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 19-നാണ് കേസിനാസ്പദമായ സംഭവം. പുളിനിക്കൻകോട്ടയുടെ തെക്കുവശത്ത് വെച്ച് പ്രതി അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിൽ കയ്യിലിരുന്ന കുപ്പിഗ്ലാസ് വെച്ച് പരാതിക്കാരനായ സുജിത്തിന്റെ മുഖത്തടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സുജിത്തിന്റെ മൂക്കിന് പൊട്ടലേൽക്കുകയും മുറിവുണ്ടാവുകയും ചെയ്തു. തുടർന്ന് സുജിത്ത് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സലീമിനെ കായംകുളം ഭാഗത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സൗത്ത് വോയിസിന്റെ നേതൃത്വത്തിൽ മിഷൻ 13 ബിസിനസ് മീറ്റും ടെക്നിക്കൽ ക്ലാസും സംഘടിപ്പിച്ചു. കേരള വിഷൻ ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയാണ് ബിസിനസ് മീറ്റും ക്ലാസും സംഘടിപ്പിച്ചത്. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും കേരള വിഷന്റെയും കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറായ സൗത്ത് വോയിസിന്റെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഓപ്പറേറ്റർമാർക്കായി ടെക്നിക്കൽ ക്ലാസും ബിസിനസ് മീറ്റും സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഒരു വർഷത്തെ വിറ്റുവരവിന്റെ കണക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, അത് അവരുടെ ആരുടെയും കുടുംബസ്വത്തിൽ നിന്നല്ല കൊണ്ടുപോകും. നമ്മളെ പോലുള്ള പാവപ്പെട്ടവന്മാരെ ഷെയർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നടക്കുന്നതാ. അങ്ങനെ ഡംപ് ചെയ്യാൻ പണമില്ല എന്നാ പറയുമ്പോൾ പോലും അതിനെക്കാട്ടിയും വലിയ സോഴ്സ് ഉണ്ട് നമുക്ക്. അതാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അതാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഏത് സാമ്പത്തിക ശക്തിയെ തകർക്കാൻ പറ്റുന്ന സംഘടിതമായ ശേഷി, ആ ശേഷിയാണ് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ മുരളി സൂചിപ്പിച്ചു, നമ്മുടെ കേബിൾ TV മാത്രമല്ല, മറ്റ് പല വ്യവസായങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഇന്ന് എസ്റ്റിഗോ നമ്മുടെ ടൂറിസം പ്ലാറ്റ്ഫോം കേരളത്തിലാകെ അറിയപ്പെടുന്ന പ്ലാറ്റ്ഫോമായി മാറുന്നു. ടൂറിസം രംഗത്ത് നമ്മൾ നല്ല രീതിയിൽ കടന്നു വരാൻ വേണ്ടി നമ്മളെ എല്ലാ സബ് കമ്പനികളും, കൊല്ലം കമ്പനിയാണേലും എറണാകുളത്തുള്ള കമ്പനിയാണേലും അതുപോലെ കണ്ണൂരിലാണേലും തിരൂരും തൃശ്ശൂരുമുള്ള കമ്പനികളാണെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് കേരള പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെ അവരുടെ ഒരു മാതൃകയായി മാറുന്ന തരത്തിലേക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംഘടനയായിട്ടുള്ള കമ്പനിയായിട്ടുള്ള KCCL വളർന്നിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് പിള്ള സ്വാഗതം പറഞ്ഞു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ്, ലുലു, സുരേഷ് ബാബു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽ, വിനോദ് കുമാർ, കുര്യാക്കോസ് വൈദ്യർ, താജ് ഗോപാൽ, അമീർ ഖാൻ, അഫ്സൽ, ഹമീദ, സൗത്ത് വോയിസ് ഡയറക്ടർമാരായ തിലകൻ, അജി, രാജീവ്, ഷിബു എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MD കൂടിയായ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ അനിൽ, ബ്രോഡ്ബാൻഡ് ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ, OTT ടെക്നിക്കൽ ഹെഡ് ഉന്മേഷ് സദാശിവൻ, ചീഫ് ടെക്നിക്കൽ ഓഫീസർ ശ്രീരഞ്ജ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. KCCLന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് KCCL MD അനിൽ മംഗലത്ത് വിശദീകരിച്ചു. കേരള വിഷൻ ടൂറിസം കമ്പനി MD ജ്യോതികുമാർ കേരള വിഷന്റെ പുതിയ ടൂറിസം പദ്ധതികളെക്കുറിച്ച് പ്രതിപാദിച്ചു. COA സംസ്ഥാന ട്രഷററും സൗത്ത് വോയിസ് MDയുമായ ബിനു ശിവദാസ് ആശംസകൾ നേർന്നു. 15 വർഷം ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ കൂടെ 2 വർഷക്കാലമായിട്ടുള്ള ഒരു കമ്പനിക്ക് എത്തുക എന്ന് പറയുക അത് വലിയ പ്രയത്നമാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷമായി രണ്ട് ടേണിലായിട്ടുള്ള ഡയറക്ടർ ബോർഡും ജില്ലാ കമ്മിറ്റി വളരെ സജീവമായി അതിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്ത് മെമ്പർഷിപ്പിൽ മാത്രമല്ല ബിസിനസ്സിലും കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ, വളർച്ച രേഖപ്പെടുത്താൻ കൊല്ലത്തെ ഓപ്പറേറ്റർമാരുടെ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്. വ്യത്യസ്തങ്ങളായ ബിസിനസ്സാണ് സൗത്ത് വോയിസ് ലക്ഷ്യമിട്ടുന്നത്. അതൊരു ഡിജിറ്റൽ ഇന്റർനെറ്റ് വ്യവസായത്തിന് ഒരു ജില്ലാ കമ്പനിയായി, ഒരു ജില്ലാ ഡിസ്ട്രിബ്യൂഷനായി മാത്രമല്ല നമ്മൾ സൗത്ത് വോയിസിനെ. ഓപ്പറേറ്റർമാരുടെ സംശയങ്ങൾക്കുള്ള മറുപടിക്ക് ശേഷം സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ധനവില കുറച്ച് നയാര എനർജി. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നു. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നു. ഇതോടെ മറ്റു പ്രധാന എണ്ണ കമ്പനികളും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ നിർബന്ധിതരാകും. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിലാണ് നയാരയുടെ നടപടി. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില 4 തവണ വർദ്ധിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിക്കുകയും ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ് $72 എത്തുകയും ചെയ്തിട്ടും
പെട്രോൾ വില കുറയ്ക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല. അതിനിടെയാണ് നയാരയുടെ നീക്കം വ്യത്യസ്തമായത്. ഇത് മറ്റു കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നയാര പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉൾപ്പെടെയുള്ള ആഭ്യന്തര എണ്ണ കമ്പനികൾ പെട്രോളിന് 8 രൂപയോളം വർദ്ധിപ്പിച്ചു. ഇത് അവശ്യ വസ്തുക്കളുടെ വില ഉയരാൻ ഇടയാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്. അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചു. ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് ബിജോ വിക്ക് കിഴക്കേക്കലട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അതിക്രമത്തിൽ പ്രതിഷേധിച്ചും കോടതി വളപ്പിൽ പോലീസ് അതിക്രമം കാട്ടിയതിലും പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചത്. കരുനാഗപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ദിനം ആചരിച്ചു. ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് ബിജോ വിക്ക് നേരെ കിഴക്കേക്കലട പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ശാസ്താംകോട്ട ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ കോടതി ബഹിഷ്കരണത്തിനിടെ തോക്ക്, ലാത്തി ഉൾപ്പെടെ ആയുധങ്ങളുമായി പോലീസ് കോടതി വളപ്പിൽ പ്രവേശിച്ച അതിക്രമം കാട്ടിയതിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കോടതി പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷക വൃത്തി ചെയ്യുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനുമായി തന്നെ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നീതിപൂർവമായ നീതി നിഷേധത്തിനെതിരെ പടയൊരുക്കം നിർത്തുന്നതാണ് നമ്മൾ. അവിടെയെല്ലാം നമുക്കൊരിക്കലും നീതി ലഭിക്കാതെ അഭിഭാഷകരെ ഏതാണ്ട് ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ ആ വിജോയി എന്ന് വന്ന സുഹൃത്തിനെ ക്രൂരമായി അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ, കാരണം പോലീസിനെതിരെ കേസ് കൊടുത്ത് ഒട്ടനവധി വിധി സമ്പാദിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാം. വലിയ പ്രമാണിമാരായ ഉദ്യോഗസ്ഥൻ SI-മാർക്കെതിരെ എല്ലാം നമ്മൾ കേസ് നടത്തി കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് രൂപ വാങ്ങിച്ചുള്ള, നമ്മൾ കോമ്പൻസേഷൻ വാങ്ങിച്ചുള്ളവരാണ് അഭിഭാഷകർ. ആ അഭിഭാഷകർക്കെതിരെയാണ് ഇപ്പോഴും ക്രൂരമായ വിധ്വംസക പ്രവർത്തനങ്ങൾ നമ്മൾക്കെതിരെ നടത്തുന്നത്. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ, അന്യായമായ പ്രവൃത്തികൾക്കെതിരെ നാം സംഘടിക്കുകയും സംഘടന കൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി മനു, അഡ്വക്കേറ്റ് എ സതീഷ് കുമാർ, അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ, അഡ്വക്കേറ്റ് ടി വി ഇന്ദു, അഡ്വക്കേറ്റ് എസ് ജീവൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷൈൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ കാട്ടാന കൂട്ടമിറങ്ങി. ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രാക്കിലുമായി ആനകൾ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു. സ്റ്റേഷന് സമീപത്തെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം LPG-യുടെ വിലയാണ് കുറച്ചത്. 180 രൂപയുടെ വിലക്കുറവ് പ്രാബല്യത്തിൽ. ഇന്ധനവില കുറച്ച് നയാര എനർജി. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. വിലക്കുറവ് നിലവിൽ വന്നു. സൗത്ത് വോയിസിന്റെ നേതൃത്വത്തിൽ മിഷൻ 13 ബിസിനസ് മീറ്റും ടെക്നിക്കൽ ക്ലാസും. കേരള വിഷൻ ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയാണ് ബിസിനസ് മീറ്റും ക്ലാസും സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.